വീട്ടിലേക്ക് പുതിയ പാത്രങ്ങൾ വാങ്ങണെങ്കി ദിങ്കട പോരെ. കൊടുക്കണ കാശിന് പേടക്കണ സാധനം വാങ്ങി വീട്ടിൽ പോവാ. കണ്ട കണ്ണ് വെളുപോണ ക്രോക്കറി സെറ്റും പ്ലേറ്റും ഗ്ലാസും വേറെ ഉണ്ടിട്ടാ. കൊണ്ടോണ കാശ് പകുതിയും വേണ്ടട്ടാ. ദീ കണ്ട സാമാനം മുഴുവനും വാങ്ങാൻ. ഏതാ പീടിയാന്നറിയോ? നേരെ ശിവാജി നഗറിൽ പോയിട്ട് താജ് ഹോട്ടലിന്റെ മുമ്പിൽ വണ്ടിയാ വെച്ചിട്ട് പാർക്കിങ്ങില് ചേട്ടന് ഒരു 20 റുപ്യ കൊടുക്കാൻ മറക്കണ്ടാട്ടാ. ഇല്ലെങ്കിൽ പോയി വരുമ്പോ വണ്ടി പോലീസുകാർ കൊണ്ടുപോയിണ്ടാവും. പ്രീമിയം കാറിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടിഷ്യൂ ബോക്സ്. വേറെ ഉണ്ട് ടക്കിട്ടിലും സാധനങ്ങള്. കപ്പും സോസറും കപ്പ് സെറ്റുകള്, സൂപ്പർ ഭരണികള്, അതിനകത്ത് അടിപൊളി കപ്പും സോസറും അടിപൊളി സാധനങ്ങൾ. Yes, you heard it right, guys. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ചില്ലറ കാശിന് കിണ്ണം കാച്ചി സാധനം കിട്ടും. I stumbled upon a treasure trove of unique antique pieces at the crockery shop, which was a thrilling experience. Among the many antique pieces, I spotted a rare and exquisite items that caught my eye, such as vintage tea sets, ornate vases, and delicate figurines. നല്ല അറബിക് ഡിസൈൻസ് പോലെയുള്ള സൂപ്പർ സംഭവങ്ങള്. ഇവിടെ കറങ്ങാൻ വരുന്നവർക്ക് ഇങ്ങനെയുള്ള കുറച്ച് പർച്ചേസിങ് കൊണ്ട് നാട്ടിൽ പോയി കഴിഞ്ഞാൽ കയ്യിലെ കാശ് നല്ല ലാഭമാണ്. My visit to the crockery shop was a memorable experience, and I left feeling inspired and enthusiastic about the world of antiques. നാട്ടില് വീട് പണി കഴിഞ്ഞിട്ടുള്ളവര് ചുമ്മാ 2 ദിവസം ബാംഗ്ലൂർ ഒന്ന് കറങ്ങി കഴിഞ്ഞാല് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട കംപ്ലീറ്റ് സാധനങ്ങൾ കിട്ടും. അതും ചില്ലറ പൈസക്ക്. ഇവിടുത്തെ ഇത്ര നേരം ഇംഗ്ലീഷിൽ എന്തൊട്ടാ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായ? എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടാ. അപ്പോ നിങ്ങൾ നേരിട്ട് വന്ന് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം പൊളിക്കും. അപ്പോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പോയി വരുന്നു അടുത്ത വീഡിയോ കൊണ്ട്.